ബലിപെരുന്നാളിനോടനുബന്ധിച്ച് 645 തടവുകാർക്ക് മാപ്പ് നൽകി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. അറബ് നേതാക്കൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്ന് സുൽത്താൻ. പെരുന്നാൾ അവധി ദിനങ്ങളിൽ മുവാസലാത്ത് സർവീസ് നടത്തും. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് 645 തടവുകാർക്ക് മാപ്പ് നൽകി. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്കാണ് സുൽത്താന്റെ കാരുണ്യം. മാപ്പ് ലഭിച്ചവരിൽ സ്വദേശികളും വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നു. ഈദുൽ അദ്ഹ ആഘോഷത്തോടനുബന്ധിച്ചും തടവിലാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളോടുള്ള പരിഗണനയിലുമാണ് സുൽത്താന്റെ രാജകീയ മാപ്പ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിക്കും ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനും ഫോണിലൂടെ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ആത്മാർത്ഥമായ ആശംസകളും ആരോഗ്യവും സന്തോഷവും ദീർഘായുസ്സും നേരുകയാണെന്ന് ഖത്തർ അമീറിനുള്ള സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു. സുൽത്താനുള്ള ആശംസകൾ അമീറും കൈമാറി. ഇറാൻ പ്രസിഡന്റിന് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്ന സുൽത്താൻ ഈ അനുഗ്രഹീത സന്ദർഭം അദ്ദേഹത്തിനും സൗഹൃദ ജനതയ്ക്കും ഇനിയും ഒരുപാട് കാലം നൽകട്ടെ എന്ന് സർവശക്തനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെന്നും പറഞ്ഞു. ഇറാനിയൻ പ്രസിഡന്റ് സുൽത്താന് തന്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും അറിയിച്ചു. ബഹ്റൈൻ രാജാവ് അഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയ്ക്കും കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിനും സുൽത്താൻ ആശംസകൾ നേർന്നു. പെരുന്നാൾ അവധിക്കാല ദിവസങ്ങളിൽ ഫെറി, ബസ് എന്നിവ പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് മുവാസലാത്ത് അധികൃതർ അറിയിച്ചു. www.muwasalat.com എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി യാത്രാ സമയവും നിരക്കുകളും പരിശോധിക്കാവുന്നതാണ്. കൂടുതൽ അന്വേഷണങ്ങൾക്കോ സഹായത്തിനോ ഉപഭോക്താക്കൾക്ക് 1551 എന്ന നമ്പറിൽ മുവാസലാത്ത് കോൾ സെന്ററുമായി ബന്ധപ്പെടാം. പ്രവാസികളടക്കമുള്ള സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതാണ് ഈദ് അവധി ദിനങ്ങളിലെ മുവാസലാത്തിന്റെ സേവനം. സ്വന്തമായി വാഹനങ്ങളില്ലാത്ത പ്രവാസികളടക്കമുള്ളവർക്ക് പെരുന്നാൾ അവധി ദിനങ്ങളിൽ വിവിധ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കും മറ്റും പോകാൻ ഇത് ഉപകാരമാകും. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ജീവൻ മരണ പോരാട്ടത്തിനായി ഒമാൻ വ്യാഴാഴ്ച ഇറങ്ങും. ബൗഷർ സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന കളിയിൽ ശക്തരായ ജോർദാനാണ് എതിരാളികൾ. രാത്രി 8 മണിക്കാണ് കിക്ക് ഓഫ്. ഗ്രൂപ്പ് ബിയിൽ 8 കളിയിൽ നിന്ന് 13 പോയിന്റുമായി ജോർദാൻ 2ാം സ്ഥാനത്താണുള്ളത്. ഇത്രയും കളിയിൽ നിന്ന് 10 പോയിന്റുമായി ഒമാൻ 4ാം സ്ഥാനത്തും. ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടും. 3ഉം 4ഉം സ്ഥാനക്കാർ യോഗ്യതാ മത്സരങ്ങളുടെ 4ാം റൗണ്ടിൽ പ്രവേശിക്കും. ഗ്രൂപ്പിൽ നിന്ന് ഇതിനകം ദക്ഷിണ കൊറിയ യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. ഒമാന്റെ അടുത്ത മത്സരം ജൂൺ 10 ഫലസ്തീനെതിരെയാണ്. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.